നമസ്കാരം. ഇന്നാണ് ഫാൽഗുന മാസത്തിലെ പൗർണമി, മാർച്ച് 13 വ്യാഴാഴ്ച. അഭീഷ്ടവരദായിനിയും ലോകരക്ഷകയുമായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ഇന്ന് ലക്ഷ്മി ഭഗവതി അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ്. ഏവർക്കും ലക്ഷ്മി കടാക്ഷം ലഭിക്കാൻ പോവുകയാണ് ഇന്നു മുതൽ. ദുരിതങ്ങൾ ഒഴിയുന്നതാണ്, ദുഃഖങ്ങൾ അകലുന്നതാണ്, ആദികളും വ്യാധികളും വിട്ടൊഴിയുന്നതാണ് തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങളും അകന്ന് ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ഇന്ന് പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഭഗവാൻ വിഷ്ണുവും ഭഗവതി ലക്ഷ്മി ദേവിയും ചേർന്ന് അനുഗ്രഹം ചൊരിയുകയാണ്. ലക്ഷ്മി നാരായണ സമേതരായിട്ടാണ് ഇവർ അനുഗ്രഹം ഭക്തരിലേക്ക് ചൊരിയുന്നത്. അതിവിശിഷ്ടമായ ഒരു ദിനം കൂടിയാണിന്ന്. പുരോഗതി ഉണ്ടാകും, നേട്ടങ്ങൾ വർദ്ധിക്കും, ഐശ്വര്യമുണ്ടാകും, സന്തോഷം വർദ്ധിക്കും. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് ഭഗവതി അമ്മ മഹാമായ ഭഗവാൻ മഹാവിഷ്ണു തുടങ്ങിയ എല്ലാവിധ ദേവാദിദേവന്മാരും അനുഗ്രഹം തരികയാണ്. സമൃദ്ധി ഉണ്ടാകുന്നതാണ്, പൊതുമധ്യത്തിൽ മര്യാദ ഉണ്ടാകുന്നതാണ്, മാന്യത വർദ്ധിക്കുന്നതാണ്, ഐശ്വര്യമുണ്ടാകുന്നതാണ്, പുരോഗതി വന്ന് ഭവിക്കുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴുമുള്ള തടസ്സങ്ങൾ വിട്ടൊഴിയുന്നതാണ്. തടസ്സങ്ങൾ മാറിയാൽ തന്നെ ജീവിതം പകുതി വിജയമാകുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കുക കൂടി വേണം. ഏത് കാര്യത്തിനും ഇറങ്ങുമ്പോഴുള്ള ആ ഒരു തടസ്സം, ആ മന്ദത, ആ പിന്നോട്ടുള്ള ഒരു വലിവ്, ഇതൊക്കെയും മാറി ജീവിതത്തിൽ മുന്നോട്ട് ഐശ്വര്യത്തോടെ ഒരു കുതിര കുതിച്ചു ചാടുന്ന എത്ര ഫാസ്റ്റായിട്ടാണ് അതുപോലെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് ഭാഗ്യവും ഐശ്വര്യവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുതൽ സാധിക്കുന്നതാണ്. 7 ദിവസങ്ങൾ വരുന്ന ഇന്നു മുതലുള്ള 7 ദിവസങ്ങൾ വളരെയേറെ നിർണായകമാണ്, വളരെയേറെ ഭാഗ്യത്തിൻ്റേതാണ്, ഐശ്വര്യത്തിൻ്റേതാണ്. അപ്പോൾ ചില നക്ഷത്രക്കാർക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഏവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിലും എപ്പോഴും ഒരു അതിപ്രസരം ചില നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ കഴിയാത്ത, അതായത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിലേക്ക് എത്തുന്നത് അതിന് ശേഷമല്ലേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം മഹാലക്ഷ്മി അഷ്ടകം നിങ്ങളിന്ന് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നു മുതൽ വരുന്ന ഒരു വർഷക്കാലമുള്ള കാര്യമാണ് പറഞ്ഞത്. ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം, അതായത് മഹാലക്ഷ്മിയാണ്, സമ്പത്താണ്, ദാരിദ്ര്യം മാറുകയാണ്, നേട്ടങ്ങൾ വന്ന് ഭവിക്കുകയാണ്, ഐശ്വര്യം കുടുംബത്തിലേക്ക് എത്തുകയാണ്, കുടുംബത്തിലുള്ള ആദികളും വ്യാധികളും ഒഴിഞ്ഞുമാറി നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് മഹാലക്ഷ്മി അഷ്ടകം ഇന്നത്തെ ദിവസം ചൊല്ലുക വളരെയേറെ അത്യാവശ്യമായ കാര്യമാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർക്കെന്നല്ല, ആർക്കു വേണമെങ്കിലും ജീവിക്കാവുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഏവർക്കും ചൊല്ലാവുന്നതാണ്. ഇത് ഒന്നാമത്തത് സമ്പത്ത് വരുന്നില്ല എന്നതാണ് ഏവരെയും വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം. സമ്പത്ത് വരുന്നില്ല, ചിലവുകളോ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസമാകട്ടെ, അസുഖ ചിലവുകളാകട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ ദൈനംദിന കാര്യങ്ങളാകട്ടെ, എല്ലാം ആകെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഇവിടെ മോചനം ഉണ്ടാകണമെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ഇന്നത്തെ ദിവസം, ഇന്ന് വളരെയേറെ പ്രത്യേകതയുള്ള ദിവസമാണ്. വീണ്ടും എടുത്തു പറയുകയാണ്, ഭഗവാൻ നാരായണനും ഭഗവതി ലക്ഷ്മിയും വളരെ അനുഗ്രഹം ചൊരിയുന്ന വിശിഷ്ടമായ ദിവസമാണെന്ന്. അപ്പോൾ ഫാൽഗുന മാസത്തിലെ പൗർണമിയാണ് ഇന്ന്. ആറ്റുകാൽ പൊങ്കാല ദിവസമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷം മഹിമയൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യകതയില്ല. അപ്പോൾ രാവിലെ ഇന്ന് ചൊല്ലാൻ സാധിക്കാതെ പോയ ആളുകൾക്ക് ഇന്ന് വൈകിട്ട് വിളക്ക് കത്തിച്ച് വിളക്കിന് മുന്നിലിരുന്ന് മഹാലക്ഷ്മി അഷ്ടകം നിങ്ങളൊന്ന് ജപിക്കുക. ഇന്നത്തെ ദിവസം ഒന്ന് ചെയ്താൽ മതി. ആ വരുന്ന ഒരു വർഷക്കാലം പടിപടിയായി മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല. അതുപോലെ തന്നെ ഇനി പറയുന്ന ഈ നക്ഷത്രക്കാർ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ദിവസം കനകധാരാ സ്തോത്രം കൂടി ജപിക്കേണ്ടതാണ്. വളരെ മാറ്റമുണ്ടാകും. ഇതൊക്കെ അച്ചിട്ട പോലെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ ദാരിദ്ര്യം എന്ന് മാറും, ഈ ദുരിതം എന്നൊഴിയും, ഈ പ്രശ്നങ്ങൾക്ക് എന്നൊരു അറുതി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരിക്കുകയല്ലേ നിങ്ങൾ? അതിനൊരു അറുതിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ ഒരു കാര്യം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം കനകധാരാ സ്തോത്രം ജപിക്കുക. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം പതിവായി ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതൊന്ന് ജപിച്ച് പോയിക്കൊണ്ടേയിരിക്കുക. ഒരു അടുപ്പിച്ചൊരു 2-3 തവണ 2-3 വെള്ളിയാഴ്ചകളാകുമ്പോഴേ നിങ്ങളിലേക്കൊരു മാറ്റം ഉണ്ടാകും. കിട്ടാക്കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടാനും അത് കിട്ടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തടസ്സമുണ്ടെങ്കിൽ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നം എല്ലാം മാറും. സമ്പത്ത് വരും. സമ്പത്ത് കയ്യിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ തടസ്സങ്ങളൊക്കെയും നിങ്ങളെ വിട്ട് ഒഴിയുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇന്നു മുതൽ 7 ദിവസത്തിനുള്ളിൽ മാറ്റം വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ലക്ഷ്മി ദേവി
നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യം ഇങ്ങനെ വരുന്നത്, സമ്പത്തില്ലാത്തത് എന്നതിന് നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞു തരാം. ലക്ഷ്മി ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആരിലും അങ്ങോട്ട് പെട്ടെന്ന് തൃപ്തയാകില്ല അമ്മ മഹാമായ ലക്ഷ്മി ദേവി. അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മളിൽ തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായി കോപിക്കുകയും ചെയ്യും. അപ്പോൾ ആരിലും പെട്ടെന്ന് തൃപ്തയാവുകയുമില്ല, അല്ലെങ്കിൽ ആരിലും പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുകയുമില്ല. അറിഞ്ഞോ അറിയാതെ നമ്മളൊരു തെറ്റ് ചെയ്തു പോയാൽ പെട്ടെന്ന് ക്ഷോഭിക്കുകയും ചെയ്യും. അതാണ് മഹാലക്ഷ്മിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ തെറ്റായി മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ അതനുസരിച്ച് ദോഷങ്ങളോ അല്ലെങ്കിൽ അതനുസരിച്ച് സമ്പത്ത്, അതായത് സമ്പത്തെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവി നമ്മളിലേക്ക് എത്താതെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ, ഈ ദാരിദ്ര്യം, ഈ പ്രശ്നങ്ങൾ, ഒന്നെടുത്താൽ 100 ചിലവ്, ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ നമ്മളിലേക്ക് അമ്മയുടെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക. പതിയെ ഈ മാറ്റങ്ങൾ, ഈ കഷ്ടകാലം, ഈ ദുരിതം, ഈ ദാരിദ്ര്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നതായിരിക്കും. വെള്ളിയാഴ്ച ദിവസം കനകധാരാ സ്തോത്രം ജപിക്കുക. അതോടൊപ്പം അന്നേ ദിവസം മാത്രം നെയ്വിളക്ക് തെളിയിക്കാൻ, എന്നും നെയ്യ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാതെ ദിവസങ്ങൾ അല്ലാതെ നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ച് കത്തിച്ചോളൂ, കുഴപ്പമില്ല. വെള്ളിയാഴ്ച ദിവസം നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കണം. അതേപോലെ തന്നെ ലക്ഷ്മി ദേവി ശംഖ്, നെല്ലിക്ക, അതുപോലെ വെള്ള നിറത്തിലൊക്കെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ, അതായത് ഒരു തുണിയായാലും മതി, ഒരു കർച്ചീഫായാൽ മതി, അല്ലെങ്കിൽ ഒരു സാരി ആകട്ടെ, അങ്ങനെ വെള്ള നിറത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതോ, അല്ലെങ്കിൽ ശംഖ് വാങ്ങിക്കുന്നതോ, നെല്ലിക്ക, ഇതൊക്കെ വാങ്ങിക്കുന്നത് വളരെയേറെ ഉത്തമമായ ഒരു കാര്യമാണ്. അത് വെള്ളിയാഴ്ച ദിവസം വാങ്ങിക്കാനും, അത് വാങ്ങിച്ച് എവിടെയെങ്കിലും കൊണ്ട് അശുദ്ധിയായി ഇടാനല്ല, സൂക്ഷിച്ച് വയ്ക്കാനും ശ്രമിക്കുക. ആവശ്യങ്ങൾക്ക് എടുക്കുക, നെല്ലിക്ക കഴിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് വെക്കുന്ന ആ ഒരു ഇടം സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ അത് ചിലപ്പോൾ അതൊരു കോപത്തിന് കാരണമാവും. ലക്ഷ്മി ദേവിക്ക് കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ അത് സൂക്ഷിക്കാതെ അവിടെ ഇവിടെയും വലിച്ചുവാരി ഇടുകയാണെങ്കിൽ അതും അമ്മയുടെ കോപത്തിന് കാരണമാകും. അപ്പോൾ എന്തിനും നമ്മൾ തെറ്റുകളല്ല ചെയ്യേണ്ടത്, ശരികൾ ചെയ്ത് നമ്മളിലേക്ക് ഭാഗ്യത്തെ, അല്ലെങ്കിൽ അമ്മ മഹാമായ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ഭഗവതി നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ഈ ദുരിതവും ദുഃഖവും ഈ സമ്പത്തില്ലാത്ത അവസ്ഥ, അലച്ചിലുകളൊക്കെ മാറുകയുള്ളൂ. അപ്പോൾ അതിനായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നെയ്വിളക്ക് വെള്ളിയാഴ്ച ദിവസം ഒന്ന് കൊളുത്തുക. കൂടാതെ വെള്ളിയാഴ്ച ദിവസം ശംഖ് അല്ലെങ്കിൽ നെല്ലിക്ക, അതേപോലെ തന്നെ വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നത് നല്ല ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ 7 ദിവസത്തിനുള്ളിൽ മാറ്റം വരാൻ പോകുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് കൂടി പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ 3 നക്ഷത്രക്കാർ ചിത്തിര, ചോതി, വിശാഖമാണ്. മനസ്സന്തോഷം വർദ്ധിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് സൂര്യോദയം മുതൽ തുടങ്ങിയിട്ടുണ്ട്. പ്രധാന വ്യക്തികളെ കാണാൻ ഉള്ള അവസരം, അതായത് ഒരുപാട് നാളായി കാണാതിരുന്ന ആളുകളെയാകും, അല്ലെങ്കിൽ ഒരുപാട് നാളെ കാണണമെന്ന് ആഗ്രഹിച്ചതാകും, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടാനും അത് നിങ്ങളുടെ ഭാവിക്ക് തന്നെ ഒരു വഴികാട്ടി, ഒരു തെളിച്ചമായി മാറാനുമുള്ള സാധ്യത ഇന്നു മുതൽ വരുന്ന 7 ദിനത്തിനുള്ളിൽ ഉണ്ടാകും. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അറിവുകൾ നേടിയെടുക്കാനാവുന്നതാണെങ്കിൽ നേടിയെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവരിൽ നിന്നൊരു ജോലിക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുന്നതാണ്. പിതാവിൽ നിന്ന് സന്തോഷമുണ്ടാകുന്നതാണ്. കൂടാതെ ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ ഇഷ്ടഭക്ഷണ ലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഇഷ്ടഭക്ഷണം കഴിക്കണമെങ്കിൽ കയ്യിൽ ധനം വേണം. അപ്പോൾ ആദ്യം ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും, ധനം കയ്യിലേക്ക് വരും. ധനം വരുമ്പോൾ ഇഷ്ടഭക്ഷണമെന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും ഈ സൂര്യന് കീഴിലുള്ള എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കൂടി സാധിക്കുന്നതാണ്. ആശ്വാസം ഉണ്ടാകുന്നതാണ്. ആശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ആ ഒരു ചൂടായ ഒരു അവസ്ഥ, അതായത് ധനമില്ല, പുറത്തും ചൂട് അകത്തും ചൂട്, ആ ഒരു അവസ്ഥ, അതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. വ്യവസായികൾക്ക് വ്യാപാരത്തിൽ വർധനമുണ്ടാകുന്നതാണ്. ഐശ്വര്യമാണ്, ദുഃഖങ്ങളൊക്കെയും അകലുന്നതുമാണ്. അടുത്ത 3 നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിയിൽ വരുന്നതാണ്. വാഹനങ്ങൾ മാറ്റി വാങ്ങാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. വസ്ത്രം വാങ്ങാൻ, ഇഷ്ടഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ സമയം. വ്യവസായികൾക്ക് നല്ല സമയമാണ്, നേട്ടമുണ്ടാകുന്നതാണ്.
വർധനവ് ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഭാഗ്യവർധനം. ഇതിപ്പം ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു വർധനവാണ് ഉണ്ടാകുന്നത്. ദാരിദ്ര്യം ഒഴിയുകയാണ്. ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഭാഗ്യമാണ് ഇനി വർദ്ധിക്കാൻ പോകുന്നത്. അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. അലച്ചിലുകളൊക്കെ ഒഴിയുന്നതാണ്. നിങ്ങൾ തുളസിയെ വന്ദിക്കണം. അതായത് എവിടെയെങ്കിലുമൊക്കെ നിന്നാൽ പോലും തുളസി പുറത്തൊക്കെ നിന്നാൽ അത് പിഴുതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നടാനൊക്കെ ഒന്ന് ശ്രമിക്കണം. എവിടെയെങ്കിലും നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ അറിയാതെ അറിഞ്ഞു ഒന്നും ചവിട്ടാതിരിക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, തുളസി ഇല രാവിലെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ, എപ്പോഴും വേണമെന്നല്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു സമയം, അതായത് ഇൻ്റർവ്യൂസിന് പോകുന്നു, അല്ലെങ്കിൽ എക്സാമിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കൂട്ടർ കാണാൻ പറ്റുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ തുളസിയിൽ നിന്ന് ഒരു ഇതളെടുത്ത് ഒന്ന് മതി, എടുത്തൊന്ന് വായിലിട്ടൊന്ന് ചവച്ച് അത് ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പതിയെ അത് നുള്ളി അതിനെ അലക്ഷ്യപ്പെടുത്തി വലിച്ച് പറിച്ചെടുക്കുക എന്നല്ല, അപ്പോൾ അതിൽ നിന്നൊരു ഇതൾ നുള്ളി വായിലിട്ട് ഒന്ന് ചവച്ച് അതിൻ്റെ നീരിറക്കി കഴിയുമ്പോൾ തന്നെ നെഗറ്റിവിറ്റി പുറത്തു പോവുകയും പോസിറ്റീവ് ഊർജ്ജം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ അത് സക്സസ്സായി മാറുന്നതിനും ഇത് വഴിയൊരുക്കുന്നതാണ്. ഇന്നു മുതൽ 7 ദിവസത്തിനുള്ളിൽ ഭാഗ്യോദയം ഉണ്ടാകുന്ന ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക്, അതായത് ദുഃഖങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം പതിയെ പതിയെ ഉണ്ടാകാൻ പോകുന്നു. പെട്ടെന്ന് എടുത്തു ചാടി എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് ഉണ്ടാകുമെന്ന് പറയുന്നില്ല. പതിയെ പതിയെ ഒരു മാറ്റം ഉണ്ടാകും. ഈ ഇപ്പോഴുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒന്നും പറ്റാത്തൊരവസ്ഥ, ആകെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലുള്ള അവസ്ഥയ്ക്ക് ഒരു മോചനമുണ്ടായി പതിയെ പതിയെ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തുമെന്നതിൽ സംശയം വേണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.